IAS വരാൻ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളിലൊക്കെ IASലേക്ക് വന്നത്? എങ്ങനെയാണ് അങ്ങ് IAS ക്രാക്ക് ചെയ്യാനായിട്ട് ഇടയായ സാഹചര്യങ്ങൾ? സാഹചര്യം ഞാൻ എൻ്റെ നേരത്തെ തഹസീൽദാർ പറ്റാതെ പോയ കാര്യം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് സെൻട്രൽ ഗവൺമെൻറ്റിൽ MA കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ്. MA കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് MA പ്രിവിയസ് പാസ്സായപ്പോൾ ഞാൻ അപേക്ഷിച്ച് ഓൾ ഇന്ത്യ റേഡിയോയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ട് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. ഗവൺമെൻറ് 123 വേക്കൻസീസ് ഉണ്ട്. 120 ഭയങ്കര ശമ്പളമാണ്. 450-900 ശമ്പളം. ഗവൺമെൻറ് എഫിൻ്റെ ക്ലാസ് 1 കോഴ്സാണ്. ചരിത്രം അരവിന്ദൻ, കോന്നൂർ നരേന്ദ്രനാഥ് ഇതൊക്കെ പരീക്ഷ ചെയ്ത് കൊടുത്തു. ഞാൻ മുമ്പ് എഴുതി, കോട്ടയത്ത് പോയി എഴുതി. അരവിന്ദനൊക്കെ അടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 3ാമത്തെ റാങ്ക് കിട്ടി. ആയിരക്കണക്കിന് ആൾ പങ്കെടുത്ത് അതിന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. എന്നെ ഹൈദരാബാദിലെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇതായിട്ട് നിയമിച്ചു. അപ്പോൾ അതിനെ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ എറണാകുളത്തെത്തി. ഞാൻ താമസിക്കുന്ന MA പ്രീവിയസ് പഠിച്ചിട്ട് താമസിക്കുന്നിടത്ത് ഞാൻ താമസിച്ചു. രാവിലെ പോകണം. പാതിരാത്രി ആയപ്പോൾ ടെലിഫോൺ കൂടെ വീട്ടിൽ നിന്ന് എൻ്റെ ചേട്ടൻ്റെ അമ്മ മരിച്ചു പോയി. അപ്പോൾ തന്നെ ഞാനും എൻ്റെ സഹോദരി അവിടെ പഠിക്കുന്ന റാസമ്മ ഡിഗ്രി പഠിക്കുന്നുണ്ട്. അവളെ കൂടെ വിളിക്കുന്നു. ഞങ്ങളുടെ പാതിരാത്രിക്ക് അവിടെ കോളേജിലുള്ള പിള്ളേർ തന്നെ ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് കുടുംബത്തിലവിടെ എത്തിച്ചു. ചേരാൻ പറ്റിയില്ല. പിന്നീട് ചേരാനായിട്ട് എഴുതി. അപ്പോഴത്തേക്ക് മറുപടി വന്നു, വരണ്ട, ജോയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സാറിന് അല്ല എന്നാണോ അവർ യു ആർ ബാറുണ്ടെന്നോ അങ്ങനെയുള്ള സമയം വിളിക്കുന്നത്. ജോയിൻ ചെയ്തിട്ടില്ല. യുവർ അപ്പോയിൻമെൻറ്റ് ഈസ് ക്യാൻസൽഡ്. ഞാനിവിടെ തിരുവനന്തപുരത്ത് നിന്നാണ്. PS നടരാജുള്ള MP ആണ്. പ്രചോദനയാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ നടത്തിയ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നീട്ടിപ്പിടിച്ച് ഇന്ദിരാഗാന്ധിയാണെന്ന് ബർക്കാശി മിനിസ്റ്റർ അവർക്ക് കത്തൊക്കെ എഴുതി. അവർ പറയാനുണ്ടായി. അടുത്ത പോലത്ത് MA പ്രീവിയസ് പാസ് ഉടനെ കിട്ടിയത് ഇന്ത്യൻ ഓവർസീസ് കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്നൊന്നുണ്ട്. ഇപ്പോൾ ഇല്ലത്. ഇന്ത്യൻ ഓവർസീസ് കമ്മ്യൂണിക്കേഷൻ സർവീസ് ബോംബെയിലാണ് എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവിടെ സീനിയർ ടെലിഗ്രാഫിസ്റ്റ്, അത് നല്ല പോക്കാണ്. സീനിയർ ടെലിഗ്രാഫിസ്റ്റായിട്ട് സെഷൻ 6 മാസത്തെ ട്രെയിനിങ്ങിന് കാലത്ത് എൻ്റെ 300-400 രൂപ ഫിക്സഡ് ശമ്പളം ഞാൻ അതിന് വെച്ചാൽ. അപ്പോൾ അതിന് ബോണ്ട് വെക്കണം. ബോണ്ട് വെച്ചത് മത്തായി മാഞ്ഞിടാനും KM റോയിനോട് വലിയ ജേർണലിസ്റ്റ് KM റോയ്. അവരൊക്കെ സാറിന് നേരത്തെ പരിചയമുണ്ട്. അവിടെ പഠിക്കുന്ന കാലത്ത് ഒരു കോളേജിലൊരു ഫിഗറായിരുന്നു. ഓക്കെ. അപ്പോൾ അവരെന്തായാലും അറിയും. അവിടെ ചെന്ന് പറഞ്ഞാൽ മത്തായി മാഞ്ഞിടാനും KM റോയും കൂടി 2 പേര് 20,000 രൂപയുടെ 2 ബോണ്ട് എഴുതി ഒപ്പിട്ട് തന്നു. അതും കൂടെ കോളേജ് ബോംബെ ചെന്നു നോക്കിയാണ് എൻ്റെ അവിടെ ഞങ്ങൾ 20-25 പേരുണ്ട് ട്രെയിനേഴ്സായിട്ട്. അവിടെ ഒരു ഹോട്ടൽ ലോഡ്ജിലെ മുറിയൊക്കെ എടുത്ത് താമസമൊക്കെ. ആദ്യത്തെ 3 മാസം ട്രെയിനിങ് അടിക്കണം. സ്പീഡും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്പർ 1 ഞാനായിരുന്നു. എല്ലാത്തിനും 3 മാസം. 3 മാസം ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ MC മാണിത്തിരുമേനി ഇടപെട്ട് അച്ഛൻ ഇടപെട്ട് ആ സ്കൂളിലെ കേസ് തുടങ്ങിയപ്പോഴെങ്കിലും പോലീസുകാരെന്ത് ചെയ്തു? ഈ കത്തുകളൊക്കെ എടുത്തല്ല, എൻ്റെ കത്ത് വില കൊടുത്തത് ഫിംഗർ പ്രിൻ്റർ എക്സ്പേർട്ട് അതിനയച്ചിരുന്നു. എൻ്റെ റിപ്പോർട്ടൊക്കെ ചെയ്തപ്പോൾ അത് ഞാനാ എഴുതിയാന്ന് കളിക്കും. അപ്പോൾ പ്രമാദമായ കേസ്. കള്ളരേഖ ചമയ്ക്കൽ, പണം മോഷണം, ഭയങ്കര പ്രമാദമായ കേസ്. തൊഴിലുറപ്പ് ഫസ്റ്റ് ക്ലാസ് രജിസ്റ്റർ കൊടുത്ത കേസിൻ്റെ. അപ്പം ഞാൻ ബോംബെയിൽ അവിടെ നിന്ന് നോട്ടീസ് ഇഷ്യൂ ചെയ്യും കോടതിയിൽ. ഞാൻ ഹാജരാകില്ല. എന്താ ആൾ പറയാതെ പുറക്കാൾ സർവൻസിനോടും അഡ്വക്കേറ്റ് എൻ്റെ അനിയൻ്റെ കയ്യിലോട്ട് കൊടുത്ത് എവിടെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ ഈ ടൈമായിട്ട് വേണം അയാൾ ഒഴിഞ്ഞു. വേറെ ആരുമില്ല.
പിന്നെ നടന്ന അന്ന് AC ചാക്കോ പിന്നീട് MLA ആയി തുടങ്ങുക. ആ AC ചാക്കോ വക്കീൽ അദ്ദേഹത്തിന് എടുത്തിരുന്നു. അദ്ദേഹം മേടിച്ച് വെച്ചു. നാമമായ ഫീസ് തന്നെ കൊടുത്തുള്ളൂ. അപ്പോഴേ ഞാൻ ബോംബെയിൽ നിന്ന് വിട്ടു പോന്ന അത്തൈ മാഞ്ഞൂരിനെ ഞാൻ പിടിക്കും. പോയും ഗ്യാരണ്ടേഴ്സിനെ അതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പം ദൈവം ഓരോരുത്തരെ ഒരുക്കി തരുന്നത്. ഓവർസീസ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഡയറക്ടർ കാൾറാന്ന് പറയുന്നത് ആംഗ്ലേഡിയാണ്. അയാളുടെ PA രവീന്ദ്രൻ നായർ, അയാൾ ചേർത്തലക്കാരനാണ്. രവീന്ദ്രൻ നായർ ഒരു ദിവസം എൻ്റെ മുന്നിലോട്ട് വിളിച്ചു. അതെന്താണെന്ന് വെച്ചാൽ അത് പോകേണ്ടിയുടെ എന്താണെന്ന് വെച്ചാൽ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് മോശമാണ്. അത് ഞാനവർക്ക് വെച്ച് കൊടുത്ത അപ്പോൾ ആയിരിക്കും ഡിസ്മിസ്. മാത്രമല്ല മറ്റു രണ്ടുപേരോടും പണം ഈടാക്കും. അയ്യോ, ഞാൻ ആരുടെ ഒന്നും ഉറങ്ങിയിട്ടില്ല. അത്ര വിഷമം. എൻ്റെ അനിയൻ കുഞ്ഞാച്ചൻ, അവൻ പല പ്രാവശ്യം കോടതി ഹാജരാകും. അവസാനം നിർത്ത വക്കീലെല്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് അപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ചെന്ന് കഥ കാര്യം പറഞ്ഞു. ചേട്ടൻ ഞാൻ അയാളുടെ അനിയനാണ്, ഞാൻ ചേട്ടൻ ഇങ്ങനെയാണ്, വെറുതെ വരാൻ പറ്റില്ല, എനിക്കൊന്നും സഹായിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യുക, ഞാൻ 1 മാസത്തെ അവധി വെച്ച് തരാം, പിന്നെ അടുത്ത അവധിക്ക് വന്നു, അല്ലെങ്കിൽ ഞാൻ വാറണ്ട് ഇഷ്യൂ ചെയ്യും. ആ ഇവിടെ എന്നോട് പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ ഈ രവീന്ദ്രൻ എന്നോടൊരു കാര്യം പറഞ്ഞു, സാറ് കാര്യം ചെയ്യുക, ഇനി അങ്ങോട്ട് ഉള്ള പരീക്ഷ, അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഓരോ പരീക്ഷ, ആ പരീക്ഷ സാറിന് മാർക്ക് വളരെ കുറവായി. 3 മാസം തുടർച്ചയായിട്ട് പെർഫോമൻസ് വളരെ പൂറാണെങ്കിൽ ഹി ബി ഡിസ്മിസ്ഡ് ഓട്ടോമാറ്റിക്. ആ കാറ്റഗറി പോയാൽ പറ്റും. അതുവരെ ഞാൻ ഈ റിപ്പോർട്ട് അവിടെ കാണിക്കില്ല. അങ്ങനെ അയാൾ പറഞ്ഞു, എൻ്റെ അടുത്ത് വലിയ ബഹളമായി പോകുന്നത് മൈസൂർ ചൂടായി. അങ്ങനെ 3 മാസം കളിപ്പ്. ഞാൻ വന്ന തൊടുപുഴ മൈസൂർ കൂടുതൽ ഹാജരായി. എന്നിട്ട് അവിടെ നിന്ന് നേരെ പോയത് കോട്ടയത്തേക്കാണ്. എന്നെ കണ്ട ഉടനെ ആണിയച്ചൻ കാസേലെന്ന് എഴുന്നേറ്റു. ഞാൻ 100 ക്ഷമ ചോദിക്കുന്നു, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. വളരെ ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ പണം അടച്ചത്. ആ പണം എന്നിട്ട് ഞാൻ എനിക്ക് ചെയ്തതിനെ ഈ പ്രശ്നം ഫോണെ വിളിച്ച് മാനത്തിൽ കണ്ടവനെ ശകാരിച്ച്. ആണിയച്ചൻ പറഞ്ഞു, താൻ എവിടെ നിന്ന് വന്നത്, എന്താണ്, താൻ ലോക്കൽ മാനേജരാ, തന്നോട് ആര് പറയുന്നത് പോലീസ് റിപ്പോർട്ട് ചെയ്യുക, എനിക്കല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്, പോലീസാണോ എന്നും പറഞ്ഞാൽ ഒരുപാട് മാനസാർ അച്ഛൻ എന്നോട് പറഞ്ഞു. അന്ന് നമ്മുടെ മധ്യകേരള മഹാരാജയുടെ ഡയറക്ഷൻ കൗൺസിൽ സെക്രട്ടറി എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് PK കുര്യനാണ്. അഡ്വക്കേറ്റ് PK കുര്യൻ അനദർ ഹെൽപ്പർ എന്നോട് പറയും. ഇപ്പോൾ അവർ നമ്മളെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞു, ഞാൻ കുര്യൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, PK കുര്യൻ എന്ന കോട്ടയം ബാറിലെ നമ്പർ 1 അഡ്വക്കേറ്റാണ്, ക്രിമിനൽ അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് എന്ന കാര്യങ്ങളൊക്കെ. കേസ് കോട്ടയത്താണോ അന്നേരം നടക്കുന്നത്? അല്ല, തൊടുപുഴ. എവിടെ? തൊടുപുഴയില്ല. അപ്പോൾ എന്താ പരിഹാരമാർഗം? അതെ അതെ. മാനസത്തിന് വേണ്ടി ഒന്നും പറഞ്ഞില്ല, അടി കൊടുക്കാനാണ് ഞാൻ പോയത്. പറയുമ്പോൾ ഞാൻ അടിയൊന്നും കൊടുത്തില്ല, ക്ഷോഭിച്ച് സംസാരിച്ചില്ല. കുര്യൻ സാറിനെ ചെല്ലുന്നുണ്ട്. കുര്യൻ സാറ് മുഴുവൻ കേട്ടോ, എണ്ണം കെട്ടിത്തന്നെ ഓരോ കാര്യങ്ങളൊക്കെ അതിനോട് കെട്ടിച്ചോട് ചോദിച്ചു. സത്യം മനസ്സിലായി. എന്നെക്കൂടെ അങ്ങയുടെ കാറിൽ കയറ്റി വൈകുന്നേരം അങ്ങയുടെ കാറിൽ കയറ്റി കൂട്ടിപ്പിട്ട് വന്നിട്ട് അങ്ങയുടെ മകനാണ് ബാരിസ്റ്റർ അഡ്വക്കേറ്റ് PK കുര്യൻ, കോട്ടയത്തുള്ള എറണാകുളത്തെ ബാറിൽ. അവിടെ ചെന്ന് ഇതൊരു നല്ല സ്ത്രീയായ ഭാര്യ, അവരുടെ അടുത്ത് എൻ്റെ കാര്യം പറഞ്ഞു. അവരുടെ വീട്ടിൽ ഞാൻ താമസിക്കാം. അപ്പോൾ കുര്യനോട് പറഞ്ഞ്, മിസ്റ്റർ ജോസഫ്, അങ്ങനെ അദ്ദേഹം സംസാരിക്കും, മിസ്റ്റർ ജോസഫ്, എനിക്ക് PT ചാക്കോ ഇദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ട് കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്താണ്. ആ ബന്ധം ഞാൻ ചാക്കോച്ചനെ കണ്ടിരിക്കാൻ സംസാരിച്ചു. ചാക്കോച്ചൻ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. എനിക്ക് ഉടനെ പോലെ കോട്ടയത്തുനിന്ന് ലയൺസ് ക്ലബിൻ്റെ എന്തോ വലിയൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. തമിഴ്നാടും കേരളം കൂടെ ചേർന്നൊരു മീറ്റിംഗ് 3-4 ദിവസത്തേക്കുണ്ട്. കോട്ടയം ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് PK കുര്യൻ. അദ്ദേഹത്തെ അന്ന് ഒരാഴ്ചക്ക് പോകാൻ നടത്തില്ല. അതുവരെ വീട്ടിൽ താമസം, പുറത്തിറങ്ങിയാൽ പോലീസുകാർ പിടിക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ നടത്തില്ല. ഒരാൾക്ക് ഞാൻ 10-12 ദിവസം PK കുര്യൻ വീട്ടിൽ താമസം. അവരെന്നെ ഇങ്ങനെ ഇതിൻ്റെ ഭാര്യ അമ്മ എന്നെ ഇങ്ങനെ വിളിക്കും. അപ്പോൾ PK കുര്യനെ മക്കളെ വിളിച്ച് എൻ്റെ കാര്യം പറഞ്ഞിട്ട്
ഈ സർട്ടിഫിക്കറ്റൊക്കെ അവിടെ കാണിച്ചു കൊടുത്തു. എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു. മക്കളോട് പറഞ്ഞു, ഒന്നുമില്ലാത്ത ഒരാളെ നേടി ഉള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. കുര്യൻ അന്നേരം കോർപ്പറേഷനും കൂടെ. എന്നിട്ടും കുര്യൻ സ്വന്തം കാറെടുത്ത് ധാരാളം ട്രൈ ചെയ്ത് തിരുവനന്തപുരത്ത് വന്ന് കേസ് വിഡ്രോ ചെയ്യുന്ന. അങ്ങനെ CSI സാബ് അവർ തന്നെ കേസ് വിഡ്രോ ചെയ്തു. മാണിക്കരിമേൽ എഴുതി വെച്ചു. ഇത് തെറ്റിദ്ധാരണയുടെ പേരിലുണ്ടായതാണ്. പണവിടെ അടച്ചു, ഇത്രാം തീയതി അടച്ചു, സഭയ്ക്ക് യാതൊരു നഷ്ടം വന്നിട്ടില്ല, കള്ളത്തിലൊന്നും യാതൊരു അടച്ചിട്ടില്ല, നല്ല ആളാണെന്ന് പറയും. മാണിക്കരിമേനി അന്നച്ഛനാണ്, മാണിയാച്ചന് കത്തെഴുതി കൊടുത്തു. അത് മാനേർക്ക് പരാതിയില്ലാന്ന് പറഞ്ഞു കൊടുത്തു. പിറ്റിച്ചൊക്കെ പറയുന്നത് മാനേർക്ക് പരാതി, പിന്നെ വേറെ വേറെ ആർക്കും പരാതിയില്ല. അങ്ങനെ ആ കേസ് വിഡ്രോ ചെയ്തു. എൻ്റെ കോപ്പി ഇപ്പോൾ വിഡ്രോ ചെയ്തതിൻ്റെ കോപ്പി ഹോം ബി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഓർഡർ ചെയ്തു. 2-3 സെൻറ്റൻസ് ഉണ്ട്. അത് മേടിച്ചിട്ട് ഞാൻ തൊടുപുഴ വന്നു. തൊടുപുഴ വന്നപ്പോൾ തിരുവനന്തപുരം പറയുന്നു, ഇത് കയ്യിലിരിക്കുന്നത് കൊള്ളാം, പക്ഷേ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗമാക്കണം, അത് വേണം പിടിക്കാനുള്ള ആഗ്രഹം. പോലീസ് ഞാൻ തോന്നി. അനിയനും വന്നു, എൻ്റെ അപ്പനും വന്നത്. എന്നെ ജാമ്യം എടുക്കാനായിട്ട് വന്ന കളരിക്കൽ അച്ഛൻ എന്ന് പറയുന്ന K. ഏബ്രഹാം, കളരിക്കൽ അച്ഛൻ എന്ന് പറയുന്നത് വെള്ളം ഭർത്താവ്, കളരിക്കൽ അച്ഛൻ എല്ലാവരും വിളിക്കുന്നു. അങ്ങനെയുള്ള ജാമ്യം അങ്ങനെ ഉണ്ട്. അവിടെ ചെന്ന് അപ്പോൾ ഈ കടലാസ് കോടതിയിൽ ഹാജരാക്കേണ്ടത് പബ്ലിക് പ്രോസിക്യൂട്ടറോ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടറോ അവർ മുഖാന്തരമാണ് ഹാജരാക്കേണ്ടത്. അതിൽ പ്രോസിക്യൂട്ടർ എറണാകുളത്തുനിന്ന് വരണം. അതാണ് ക്ലാസ് 1 സർക്കിളുള്ളത്. അയാളാണ് ഈ കേസിൻ്റെ ഗൗരവം കണക്കിൽ അയാളാണ് ഡയൽ ചെയ്തത്. അയാളൊന്നും വന്നില്ല. പകരമുള്ള അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ തോമസാണ്. അതാണ് ആളെ ഞാൻ കണ്ടപ്പോൾ അയാൾ പറയാം, 2000 രൂപയും ഒരു കുപ്പിയും തന്നാൽ ഒരു തരം ഞാൻ പ്രസൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ സ്ഥലത്തരാം. കുപ്പിയാണ് ഞാൻ ഇപ്പം മേടിച്ചോട്ടതാണ്. 2000 രൂപ ഒരു മാസം കഴിഞ്ഞ് തരാം. ഒരു മാസം കഴിഞ്ഞാൽ പോ എന്നെ അവിടെ നോക്കി എന്ത് ചെയ്തു? തിരിച്ച് മൈസൂരിൻ്റെ വീട്ടിലെ ഡൈനിങ് കഴിച്ചു. റോസ് കോളേജ്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് നീതിയുടെ ഞാൻ കള്ളത്തരം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, അയാൾ കോടതിയിൽ കൊണ്ടുപോകാം. അവിടെ ചെന്നപ്പം അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു, യു ക്യാൻ മൂവ് ഇറ്റ്. അന്നേരം മജിസ്ട്രേറ്റ് അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അയാൾ പറഞ്ഞു, യുവർ ഓണർ, എനിക്കിത് ഒക്കത്തില്ല. ഈ കേസ് ഡീൽ ചെയ്തിട്ടുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 1 എറണാകുളത്തുനിന്ന്, അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം ചെയ്തിരിക്കുന്ന കേസിൽ എനിക്ക് അറിഞ്ഞില്ല ഈ കേസ്. പിന്നെ എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്? പിന്നെ നമ്മൾ പറയും, സാർ എങ്ങനെയാണത് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുക? അപ്പോൾ അയാൾ ഒഴികെ മാറുകയാണ് മനുഷ്യർക്ക് കാണുന്നത്. ഇതിങ്ങനെ ഇപ്പം ഹെഡ് കോൺസ്റ്റബിൾ അവിടെ നിൽപ്പുണ്ട്. ഹെഡ് കോൺസ്റ്റബിൾ അടുത്ത് വിളിച്ചു, ഞാൻ പറയുന്നത് പ്രധാനം എഴുതാമെന്ന് പറഞ്ഞു. വെള്ള ക്ലാസ് കൊടുത്തു. അത് അങ്ങനെ എഴുതി. കേസ് പിൻവലിക്കാൻ കോടതിയിൽ നിന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ഉത്തരവായിട്ടുണ്ട്. അത് കോടതിയുടെ അനുഭവത്തോടുകൂടി പിൻവലിക്കാനാണ്. അതുകൊണ്ട് പിൻവലിക്കുന്ന എഴുതി കൊടുത്തു. എന്നെ വിട്ടുപോയി. അത് കേസിന് ഊരി. ഇനി എന്താ? പഠിച്ചതില്ല, പിടിച്ചതില്ല. വീണ്ടും അമ്മയ്ക്ക് പഠിക്കാൻ അമ്മ ഫൈനൽ റിസൾട്ട് പഠിക്കാതെ എറണാകുളത്തെത്തി. അപ്പോൾ കാലും നാളും പോയി കുറച്ച് വേറും ജീവിതവും തൻ്റെ അവിടെ ചെന്ന് കോളേജ് പൊളിറ്റി. അന്ന് ആൻ്റണി അവിടെയുണ്ട്, കാരിണി അവിടെയുണ്ട്. വലറിവ് ലോ കോളേജിലാണ് പഠിക്കുന്നത്. അങ്ങനെ ഉമ്മൻചാണ്ടി എന്ന മാനേജറാണ് കോട്ടയത്തുണ്ട്, KSUവിൻ്റെ. ആ സമയത്ത് ഞാൻ കോളേജ് ഭാരത കോളേജ് അവിടെ കോളേജ് ഇലക്ഷനൊക്കെ വന്നു. ഞാൻ ഇലക്ഷനിൽ മത്സരിച്ച് ഞാൻ ജയിച്ചു. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചില്ല. അവിടെ സപ്പോർട്ട് DF എന്നൊരു സംഘടന, ഡെമോക്രാറ്റിക് ഫ്രണ്ട്, SFIക്ക് ഏകാനിസ്റ്റായിട്ടുള്ളതാണത്. അതിൻ്റെ ചെയർമാനായിരുന്നു ഞാൻ. അപ്പോൾ സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിക്കുന്നത് ഞാനാണ്. ഈ കോളേജിൽ KK ഏബ്രഹാമാണ് കോളേജിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കോളേജ് യൂണിയൻ DFന് കിട്ടി. ഹോസ്റ്റൽ യൂണിയൻ ഒരു കാലത്തും കിട്ടാറില്ല. അവിടെയുള്ളവരെല്ലാം SFIക്കാരാണ്. അപ്പം ഞാനെന്ത് ചെയ്തു? ഞാൻ MAക്ക് പഠിക്കാം. അപ്പോൾ അവിടുത്തെ അന്നത്തെ കാലത്തെ MAക്ക് പഠിക്കുന്നവർക്ക് ഈ പ്രീ ഡിഗ്രിക്കാരൊക്കെ വലിയ ബഹുമാനമാണ്. ഞാൻ അവരുടെ മുറിയിലോട്ട് കയറിച്ചില്ല. അധികം നമ്മുടെ ആൾക്കാരുണ്ടാകും, ഏറ്റുമുട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ കാണും. PC ജോണൊക്കെ അന്ന് അവിടെ ഉള്ളപ്പോഴാണ്. ഞാൻ അവിടെ മുറിൽ കയറ്റി എവിടെ നിന്നാണ് എവിടെ വീട്
അതായിരുന്നു എല്ലാം ചോദിക്കും. അപ്പോൾ പേടിയാണ് അവർക്ക്, എമ്മക്കാരും വന്നു. ഞാൻ സ്നേഹമായിട്ടൊക്കെ പറയാൻ പറ്റുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടെങ്കിൽ എന്നെ കാണാൻ മടിക്കരുത് കേട്ടോ, ഞാൻ തോളിപ്പിക്കും. അപ്പം ഞാനാണ് ഇലക്ഷൻ നിൽക്കുന്നത്. അപ്പം വന്നപ്പം ഒന്നടങ്കം ആളുകൾക്ക് 90% വോട്ട് കിട്ടിയിരിക്കുക. ഈ SFIക്കാരെന്ന് പറയുന്നതിൽ എനിക്ക് കിട്ടി 90% വോട്ട് എനിക്ക് കിട്ടി. ഞാൻ ഹോസ്റ്റൽ യൂണിയൻ ചെയർമാനായി. സെക്രട്ടറി ആയത് ഒരു മാർക്സിസ്റ്റുകാരനാണ്, വയലാർ നാരായണൻ ആയിരുന്നു അവിടെ ജയിച്ചു വന്നത് ഹോസ്റ്റലിൽ. ഒരൊറ്റ SFIക്കാരുടെ ഉണ്ടല്ലോ, വൈക്കത്തു നിന്ന് രാജന് ഞാനും ഉള്ളൂ ഇതിൽ. ബാക്കിയുള്ളവർ മുഴുവൻ SFI. ബഡ്ജറ്റ് അവതരിക്കുമ്പം അവതരിപ്പിക്കാനായിട്ട് വന്നു. ഞാൻ നോക്കിയപ്പം എല്ലാ കൊല്ലവും ബഡ്ജറ്റിന് 1/3 സ്പോർട്സിന് നീക്കി വെക്കുന്നു. ആ കൊല്ലം സ്പോർട്സിന് ഏതായാലും 200-300 രൂപ വെച്ചോളൂ, നാമമാത്രം. ഞാൻ പറഞ്ഞത് സംഭവിക്കാൻ പറ്റില്ല. ഇങ്ങനെ യൂണിയൻ നാളായി 3-4 തവണ മീറ്റിംഗ് കൂടിയിട്ട് ഞാൻ സമ്മതിച്ചില്ല. മീറ്റിംഗ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കണം, കഴിഞ്ഞ കൊല്ലത്തെ തുകയെങ്കിലും കൊടുക്കണം. ഹോസ്റ്റലിൻ്റെ വാർഡനുണ്ട് KK ആർട്ടിസ്റ്റാണ്, അത് നല്ല മനുഷ്യ ജെൻ്റൽമാൻ. അത് ഞങ്ങളുടെ മീറ്റിംഗ് പേറ്ററാണ് യൂണിയൻ്റെ. അദ്ദേഹം മീറ്റിങ്ങിലൊക്കെ നിൽക്കും. 3-4 മാസമായിട്ട് നടന്നില്ല, പകുതി സമയം പോയി. അപ്പം അദ്ദേഹം ഞങ്ങളെ കോർപ്പറേറ്റ് സ്റ്റോക്കിൽ വിളിച്ചു, ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തെ മുമ്പിലേക്ക്. അപ്പോൾ അവർ പറയാതെ ഞങ്ങളുടെ അവകാശമാണ്, അദ്ദേഹം ഭയങ്കര ബഹളമാണ്. ഞങ്ങൾ അവകാശം ആയിക്കോളും, ഞങ്ങൾ സമരം ചെയ്യും. അതാണ് സമരം ചെയ്തു. അവസാനം എന്ത് പറ്റും, ഹോസ്റ്റൽ യൂണിയൻ നടക്കില്ല. SFIക്കാരോട് പറഞ്ഞു നിങ്ങൾ യൂണിയൻ നടക്കില്ല ഈ പണി. എന്നോട് പറഞ്ഞു ജോസഫ് ചെയർമാനായിട്ട് എന്താ കാര്യം, വക്കീലല്ലോ. ഞാൻ പ്രശ്നമില്ല, 3 പിടുത്തമൊന്നും വെക്കണ്ട, കഴിഞ്ഞ കൊല്ലത്തെ ഒപ്പം ഈ കൊല്ലം സ്പോർട്സിലോട്ടാണ്, ബാക്കിയുള്ളതും അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഫസ്റ്റ് യൂണിയൻ ചെയർമാനായി ഞാൻ വെച്ചില്ല, രാജാവാണ്. അതുപോലെയാണ് അന്നത്തെ കാലത്ത്. അങ്ങനെ ഇരുന്നപ്പോൾ IAS പോയ വഴിയാണ് പറഞ്ഞു വരുന്നത്. IAS പോയ വഴിയാണ്. അവിടെ ചെന്നപ്പോൾ ഹോസ്റ്റലിൽ ചെന്നപ്പം നമ്മുടെ പിള്ളേർ, നമ്മുടെ നാട്ടിലെ പിള്ളേർ 10-12 എണ്ണം ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയ രക്ഷപ്പെട്ടു. പിന്നെ ഒന്നും കൊടുക്കണ്ട. ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടാത്ത 10-12 പേരുണ്ട് അഡ്മിഷൻ കിട്ടാതെ. അതിലൊരാൾ നമ്മുടെ മാസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ ഐസക് മാസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആദ്യകാല പ്രസിഡന്റ് ആരെങ്കിലും ആയിരിക്കും. VS സാമുവലൊക്കെ ആയിരുന്നു അന്ന്. VS സാമുവൽ അല്ല, ഇല്ലിമുട്ടിൽ ജേക്കബ്. അത് ഡോക്ടർ നമ്മുടെ